ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് മിന്നും ജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൗക്കത്ത് ജയിച്ചത്. 3 റൗണ്ടിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. കരുളായി ഒഴികെ എല്ലാ പഞ്ചായത്തിലും UDF ലീഡ് ചെയ്തു. ജന്മനാടായ പോത്തുകല്ലും സ്വരാജിനൊപ്പം നിന്നില്ല. CPM ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും UDF ലീഡ് ഉയർത്തി. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 20,000-ഓളം വോട്ടാണ് നേടിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലേതെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. സാജിദ് അജ്മൽ ചേരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സാജിദ്, ശ്രദ്ധേയമായ ഒരു കാര്യം, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരിക്കലും ലീഡിൽ പിന്നോട്ടു പോകാതെയാണ് ആര്യാടൻ ഷൗക്കത്ത് ജയം ഉറപ്പിച്ചത്. മാത്രവുമല്ല, തുടക്കത്തിൽ വഴിക്കടവിലൊക്കെ പ്രതീക്ഷിച്ച ലീഡ് കിട്ടാതിരുന്നപ്പോഴുണ്ടായിരുന്ന ആശങ്ക പാടെ ഇല്ലാതാക്കിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് നിലമ്പൂർ നഗരസഭ തൊട്ട് ഇങ്ങോട്ട് വലിയ തോതിൽ തന്നെ ലീഡ് ഉയർത്താനും ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞു. ഏത് നിലയ്ക്കാണ് ഈ റിസൾട്ടിലേക്ക് ഷൗക്കത്ത് അഥവാ UDF എത്തിയത്? അതിന്റെ വഴികൾ പ്രമോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഘട്ടത്തിലും LDFന് നേരിയ ഒരു ലീഡ് എടുക്കാൻ പോലും കഴിഞ്ഞില്ല. വോട്ട് എടുപ്പ് ആരംഭിച്ച 8 മണി മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഏകദേശം 12 മണിയോട് കൂടി ആ സമയം വരെ പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്ത് മാത്രമായിരുന്നു ലീഡ് ചെയ്ത് നിന്നത് എന്നുള്ളതായിരുന്നു. അതായത് ഈ പോത്തുകൽ പഞ്ചായത്തിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും പൂർണ്ണമായി കൈവിട്ടു എന്നുള്ളതാണ്. നമുക്ക് പഞ്ചായത്ത് തിരിച്ചുള്ളൊരു കണക്ക് പരിശോധിക്കാം. വഴിക്കടവ് പഞ്ചായത്തിൽ 1,829 വോട്ടിന്റെ ലീഡാണ് UDFനുള്ളത്. അത് അവർ ഒരു 2,500 3,000 ഉള്ളിൽ 2,800 വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു 18,000 15,000 മുകളിൽ വോട്ട് എന്ന് പറഞ്ഞത്. അത് വഴിക്കടവിൽ ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ച അത്ര വോട്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ അവിടെ PV അൻവർ വലിയ തോതിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. മൊത്തം പഞ്ചായത്ത് നോക്കുമ്പോൾ 2,000-ലധികം വോട്ടുകൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂത്തേടം പഞ്ചായത്ത് ഏതാണ്ട് UDF പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് പോയിട്ടുണ്ട്. 2,067 ആണ്. എടക്കരയിൽ 1,170 ആണ്. പോത്തുകല്ലിൽ LDFന് ലീഡ് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നേരിയ ലീഡാണെങ്കിലും 307 വോട്ടിന്റെ ലീഡിന് UDF ലീഡ് ചെയ്തു. ചുങ്കത്തറയിൽ 1,287 വോട്ടിന് ലീഡ് ചെയ്തു. നിലമ്പൂർ നഗരസഭയാണ് UDFനെ പോലും ഞെട്ടിച്ചു കളഞ്ഞത്. 3,967 വോട്ടിന്റെ ലീഡാണ് ഉള്ളത്. ഇതിൽ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് ഒരു 300 വോട്ടിന്റെ ഒരു 500-ൽ താഴെ വോട്ടിന്റെ ലീഡിന് നേരിയ രീതിയിൽ തങ്ങൾ ഈ കടന്നുകൂടും. എന്നാൽ പോത്തുകല്ലിലെല്ലാം അതോടൊപ്പം തന്നെ വഴിക്കടവിലെല്ലാം ലഭിക്കുന്ന ലീഡ് ഉള്ളത് കൊണ്ട് ഇത് വലിയ പ്രശ്നമാവില്ല എന്നുള്ളതാണ് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള 3,967 ലീഡിലേക്ക് വന്നു. പിന്നീട് കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് LDFന് അല്പം ആശ്വാസമുള്ളത്. 118 വോട്ടിന്റെ ലീഡ് LDFന് ആണ് അവിടെ ഉള്ളത്. അമരമ്പലം പഞ്ചായത്ത് എന്നത് LDFന്റെ ഒരു കോട്ടയാണ്. അവിടെ 2,500 വോട്ടിന്റെ ലീഡ് ഉണ്ടാവും. അവസാന ഘട്ടത്തിൽ നേരിയ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിനെങ്കിൽ അമരമ്പലത്തിലൂടെ മറികടക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അമരമ്പലം പഞ്ചായത്തിലും 704 വോട്ടിന്റെ ലീഡാണ് UDFന് ഉള്ളത്. ഈ പോസ്റ്റിലോട്ട് ആകെ 149 വോട്ടിന്റെ ലീഡാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 11,362 വോട്ടിന്റെ ലീഡോടുകൂടി ആധികാരിക വിജയമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ഈ കണക്കുകളിലേക്ക് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 77,737 വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നു. M സ്വരാജ് 66,660 വോട്ട് ലഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ 19,760 വോട്ടുകൾ, ഏതാണ്ട് 20,000-ഓട് അടുത്ത് വോട്ടുകൾ അദ്ദേഹം പിടിച്ചു. BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 8,648 SDPI സ്ഥാനാർത്ഥിക്ക്